ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 20 രാവിലെ സമയം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ലേവ്യാപുസ്തകം 16-ാമത്തെ അധ്യായമാണ്. പഴയ നിയമ ആരാധനയുടെ കേന്ദ്രം ദൈവാലയം അല്ലെങ്കിൽ സമാഗമന കൂടാരമായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായിരിക്കുന്ന സ്ഥലം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലം യെരുശലേമിലെ ദൈവാലയത്തിലുണ്ടായിരുന്നില്ല. സമാഗമന കൂടാരത്തിലും അങ്ങനെ തന്നെയാണ്. പ്രാകാരത്തിൽ സാധാരണക്കാർക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. വിശുദ്ധ സ്ഥലത്തെ ലേവ്യരായിരിക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമേ കഴിയൂ. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാനായിട്ട് മഹാപുരോഹിതന് മാത്രമാണ് അനുവാദം ഉണ്ടായിരുന്നത്. അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം അവൻ അനുവാദം. അത് അവൻ കടന്നു ചെല്ലുന്നത് എങ്ങനെയാണ്? ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി യാഗം കഴിക്കണം. ഞാൻ വിചാരിക്കും തൻ്റെ പാപത്തിനും തൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിനും വേണ്ടി യാഗം കഴിച്ച ശേഷം മുഴുവൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മഹാപാപപരിഹാര ബലി കഴിച്ച് ആ ബലിയുടെ രക്തവുമായിട്ടാണ് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത്. കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. മഹാപുരോഹിതൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് അതിനുശേഷം അവൻ കടന്നു ചെല്ലുന്നത്. ഐതിഹ്യം പറയുന്ന അല്ലെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടിയിരിക്കുമെന്നാണ്. ആ ചങ്ങലയുടെ അറ്റം പ്രാകാരത്തിൽ കാണും. ആ ചങ്ങലയും വലിച്ചും കൊണ്ടാണ് അവന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. കാരണം ഇവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് അവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവൻ മരിച്ചു പോയാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ ശരീരം മാറ്റുവാനായിട്ട് വേറൊരാൾക്ക് ചെല്ലുവാനായിട്ട് അനുവാദമില്ല. മഹാപുരോഹിതന് മാത്രം ചെല്ലാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആളുകൾ ഈ ചങ്ങല കൊണ്ട് വലിച്ച് പുറത്ത് അടിക്കുമെന്നാണ്. ഈ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങിലെല്ലാം മണികൾ കെട്ടിയിട്ടുണ്ട്. അവൻ മൂവ് ചെയ്യുമ്പോൾ ഈ മണികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പുറത്ത് പ്രാകാരത്തിൽ നിൽക്കുന്നവർക്ക് മണിയുടെ ശബ്ദം കേൾക്കാം. ഡങ് 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 എന്ന് കേട്ടാൽ അപ്പോൾ ആ ശബ്ദം നിലയ്ക്കുമ്പോൾ അവർ വലിച്ചു നോക്കും. ജീവനുണ്ടെങ്കിൽ അങ്ങോട്ട് വലിക്കുമല്ലോ, ഇങ്ങോട്ട് വലിക്കുമ്പോൾ അപ്പോൾ ശബ്ദം കേൾക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൾ ജീവനുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഇങ്ങോട്ട് വലിക്കുക ശബ്ദമില്ല, അനക്കം തീർന്നു. ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് വലിക്കുന്നുമില്ല എങ്കിൽ അവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അവർ ചങ്ങല കൊണ്ട് വലിച്ച് പുറത്ത് ചാടിക്കും. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത് ചോദിച്ചാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ചെല്ലേണ്ടതെന്നുള്ളതാണ്. എത്ര ശ്രദ്ധയോടുകൂടെ. എന്നാൽ ചെല്ലാതിരിക്കാനൊക്കെ ഒക്കിയില്ല. കാരണം അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു വർഷത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് അർപ്പിക്കുന്നത്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. എബ്രായ ലേഖനത്തിൽ മൊത്തം പറയുന്നത് തക്ക സമയത്ത് കടന്നു ചെല്ലാനാണ് പറയുന്നത്. ധൈര്യത്തോടെ കടന്നു ചെല്ലാനാണ് പറയുന്നത്. എബ്രായ 12-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്നാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അതുകൊണ്ട് കൃപാസനത്തിലേക്ക് ദൈവത്തെ കാണാനായിട്ട് കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് അവന് ശുദ്ധീകരിക്കപ്പെട്ടവനാണെന്നുള്ളതാണ്. കാരണം കൃപാസനത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തെ കാണുവാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെങ്കിലും നാം കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ദൈവത്തെ കാണുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായിട്ട് നാം കടന്നു ചെല്ലുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൊല്ലുമ്പോഴായാലും യാഗം കഴിക്കാൻ ആരാധനയ്ക്ക് പോകുമ്പോഴായാലും ദൈവമക്കളായിരിക്കും നാം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. നമുക്ക് യാഗമുണ്ട്. നമുക്ക് എന്നും നിലനിൽക്കുന്ന ഒരു യാഗമുണ്ട്. സദാകാലത്തേക്കും പൂർത്തി വരുത്തുന്ന ഒരു യാഗം നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ അർപ്പിച്ച യാഗമാണ്. ആ യാഗത്തിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ യോഹന്നാൻ പറഞ്ഞ പോലെ അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് വേണം നാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ. അപ്പോൾ പുതിയ നിയമ ആരാധനയുടെ രീതിയും ആരാധകനുള്ള സ്വാതന്ത്ര്യവും പഴയ നിയമ ആരാധന രീതിയേക്കാൾ വിശാലമാണ്. പഴയ നിയമത്തിലെ പ്രാതിനിധ്യമുള്ള മഹാപുരോഹിതന് മാത്രമാണ് കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. വിശ്വാസികൾ കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. ലേവ്യ പുരോഹിതന്മാർക്ക് പോലും കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. മഹാപുരോഹിതന് മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്തെ കടന്നു ചെല്ലുവാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴെന്താണ്? നാം എല്ലാവരും പുരോഹിതന്മാരാണ്. നമ്മുടെ കർത്താവാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. പക്ഷേ ഒരു കാര്യം നാം ഉറപ്പ് വരുത്തണം, പാവങ്ങൾ നമ്മുടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കാരണം വിശുദ്ധി കൂടാതെ ഒരുത്തനും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കില്ല. അത് ആ കാൽവറിയുടെ രക്തത്തിൽ നമ്മുടെ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച ആളുകൾക്ക് ഏത് സമയത്തും നമ്മൾ കടന്നു ചെല്ലാം.
24 മണിക്കൂറും തുറക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കൃപാസനം എന്ന് പറയുന്നത്. പഴയ നിയമ യഹൂദന്മാർക്ക് അങ്ങനെ ആയിരുന്നില്ല. മഹാപുരോഹിതനാണെങ്കിൽ പോലും ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ അവനോടേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. നമുക്ക് ദിവസം 10 പ്രാവശ്യമല്ല, ഓരോ സെക്കൻഡിലും കർത്താവിൻ്റെ കൃപാസനത്തിൽ കടന്നു ചെല്ലാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, വിശുദ്ധീകരണം കൂടാതെ കടന്നു ചെല്ലാനൊക്കെയില്ല. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു സെക്കൻഡ്, ഓരോ സെക്കൻഡിലും കടന്നു ചെല്ലുന്നെങ്കിൽ ഓരോ സെക്കൻഡിലും വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെയും പാവങ്ങളെയും ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിച്ചിട്ട് വേണം നാം കടന്നു ചെല്ലുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ചൊരിയപ്പെട്ടതായ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ട് നാം വിശുദ്ധി പ്രാപിച്ചവരായിട്ട് വേണം കടന്നു ചെല്ലാൻ. പാപത്തെ താലോലിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ ആർക്കും അനുവാദമില്ല. പാപത്തിൻ്റെ സമ്പൂർണ്ണ പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തു നൽകുന്നത്. ആ പരിഹാരം നേടാതെ ഒരാൾക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടില്ല. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനുള്ളൊരു വ്യത്യാസം, പഴയ നിയമത്തിൽ ഒരു വാക്യവുമില്ല, എല്ലാവരും കൃപാസനത്തിലേക്ക് കടന്നു വരിക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരിക. നിങ്ങളെല്ലാവരും വിശുദ്ധ, അങ്ങനൊരു പ്രബോധനമില്ല. കടന്നു വരരുതെന്നാണ്. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു എന്നാണ്. കാരണം ദൈവസാന്നിധ്യമുള്ളതായിരിക്കുന്ന സീനായ് പർവ്വതത്തിൻ്റെ ചുറ്റും അതിര് വെക്കണം. അവിടെ ഒരു മൃഗത്തിന് പോലും തൊടാൻ അനുവാദമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ യെരൂശലേമിലെ ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ നോക്കൂ, അവിടെ ആർക്കും കയറി ചെല്ലുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? തക്ക സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് കടന്നു വരിക എന്നാണ്. എന്തോ ഒരു ഭാഗ്യശാലികളാണ് നമ്മൾ. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് സഹായം ആവശ്യമുള്ള ഏത് സമയത്തും ധൈര്യത്തോടുകൂടെ കടന്നു ചെല്ലുവാനുള്ളതായിരിക്കുന്ന ആഹ്വാനമാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ ആഹ്വാനത്തെ നാം വേണ്ടവണ്ണം ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. കടന്നു ചെല്ലുവാനുള്ള പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത്, പക്ഷേ നാം പോവില്ല. നമ്മുടെ പ്രശ്നവുമായിട്ട് നമ്മുടെ കൂടാരത്തിൽ ഇരിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഇവിടെ നിന്ന് പരാതി പറഞ്ഞുകൊണ്ട് അവനത് ചെയ്തു, ഇവനത് ചെയ്തു, അതാണ് കുറ്റം, ഇതാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എന്തോ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാതെ ധൈര്യത്തോടെ കടന്നു ചെല്ലുക. നിങ്ങൾക്ക് കടന്നു ചെല്ലുവാനൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യമാണെങ്കിലും അതിന് പരിഹാരം നൽകുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയും അതിനുള്ളതായിരിക്കും ഒരു സ്ഥലവുമുണ്ട്. അവിടെ കടന്നു ചെല്ലുക. കൃപാസനം എന്നാണ് അതിൻ്റെ പേര് തന്നെ. അങ്ങനെയാണല്ലോ, കൃപ ലഭിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഭയത്തോടുകൂടെയല്ല. ഭയക്കണം എന്ത്? നമ്മുടെ പാപത്തെക്കുറിച്ചാണ് ഭയം വേണ്ടത്. ഭയത്തോടും വിറയലോടും കൂടെയാണ് മഹാപുരോഹിതൻ പോയത്. കാരണം പാപം ഉണ്ടെങ്കിൽ അവൻ കൊല്ലപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. നാമും ഭയത്തോട് വേണം, പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യം നമുക്ക് കാണാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് എല്ലാം, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നവുമായിട്ട് നാം ഇരുന്ന് പിറുപിറുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നവുമായിട്ട് നാം ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് കഴിയുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ ഇരിക്കുന്ന കൃപാസനത്തിലേക്ക് ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കടന്നു ചെന്ന് ആവശ്യമായിരിക്കുന്ന കൃപ നമുക്ക് വാങ്ങാം. ദൈവത്തിന് സ്തുതിയും മഹത്വവും നമുക്ക് കരയേറ്റാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.